ഈ കൊല്ലത്തെ അപ്പം കണ്ടില്ലേ ഈ ചെറുതറങ്ങി ഇട്ടിട്ട് പൈസ കാണിച്ചത് കേട്ടാ ഇത്രയും പൈസ കിട്ടി. ഒരു 100-ൻ്റെ ഒരു 20-ൻ്റെ 120 രൂപ കിട്ടി. 120 രൂപ നാട്ടിലെ 3000 രൂപ. 3000 കിട്ടി ഇത്തവണത്തെ ചെറുനാരങ്ങ വിറ്റിട്ട്. ചെറുനാരങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത്ര ഈ കൂടുതലുണ്ടായിരുന്ന ചെടിയില്ല മാത്രം, മറ്റത് വിറ്റിട്ടില്ല. അതവിടെ കോഴി, പിന്നെ കോഴിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടില്ലായിരുന്നു. കോഴിയെ ഇത് പിടിച്ചത് പട്ടി പിടിച്ചതല്ല കേട്ടോ. ആ സാധനത്തിനെ ഞാൻ കണ്ടുപിടിച്ച്. ആ സാധനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. ആ സാധനം. നമസ്കാരം. ഇന്നേ നമ്മുടെ ഇവിടെ ചെറുനാരങ്ങ മേടിക്കാൻ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. ചെറുനാരങ്ങ വേണം കൊടുക്കണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെറുനാരങ്ങയുടെ വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ ആൾ വന്നിട്ടുണ്ട്. അത് അവർക്ക് ഒരു ചേട്ടനൊരു ചേച്ചിയുടെ ആ ചെറുനാരങ്ങ പറക്കി വിൽക്കണതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. എന്തോരം ഉണ്ട്, എത്ര കിലോ കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. ഇവിടെ ഈ നിൽക്കുന്നതൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തു നിന്നൊക്കെ ഇതിലൊക്കെ അവർ പറിച്ച് കഴിഞ്ഞതുണ്ടോ. ഇതൊക്കെ ഇത്തൽ ഇനി ആ കുറച്ച് കുഞ്ഞിത് ചെറിയ സൈസ് മാത്രമേ നിൽപ്പുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവർ പറിച്ചുകൊണ്ട് പോയി. പുറകിലുണ്ടായിരുന്ന അകത്തുനിന്ന് മൊത്തം പറിച്ചെടുത്തു. ഈ സൈഡിലുണ്ടായിരുന്നു ഇതെല്ലാം പറിച്ച്. ഇത് അതിൻ്റെ മേളിൽ അത് അവർക്ക് കയ്യെത്താത്തോട്ടാത്തോണ്ട് അവിടെ നിന്ന് പറിച്ച്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് ഇത് ചെറുതാന്ന് പറഞ്ഞിട്ട് ഈ ചെറുത് പറഞ്ഞാൽ അവർ പറിച്ചില്ല. ഞാൻ പറഞ്ഞു പറിക്കണ്ടെന്ന് പറഞ്ഞു. ചെറുത് പറഞ്ഞു കാരണം നമുക്ക് ആവശ്യത്തിന് വീട്ടിലാവശ്യത്തിന് എടുക്കാൻ വേണ്ടി ഈ ചെറുതത്തേലും ഒരെണ്ണത്തേലും പറിപ്പിച്ചില്ല. പിന്നെ ഇതിൻ്റെ അകത്തേടെയും കുറേ നിൽപ്പുണ്ട്. അതിൻ്റെ അകത്ത് അവർക്ക് അതിൻ്റെ ഇടയ്ക്കേക്കടെ കയറി പറിക്കാത്തതുകൊണ്ട് പിന്നെ വലിയ സൈസാവാത്തത് അവർ പറിച്ചില്ല. അതും പിന്നെ ഇത്തലേം പറിച്ചു. ഇവിടം വരെയുള്ളത് എല്ലാത്തിലും അവർ പറിച്ചെടുത്തു. എന്നാലും ഇടയ്ക്കൊക്കെ അതിൻ്റെ അകത്ത് കയ്യെത്താത്തതൊക്കെ ആയിട്ട് കുറേ അതിൻ്റെ അകത്തേക്കടെ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തേക്കടെ. വേണ്ട അതിൻ്റെ അകത്ത് ഇടയ്ക്കേക്കടെ കിടക്കണുണ്ടോ. പിന്നെ നമ്മുടെ ഇപ്പുറത്തേക്ക് ഉണ്ടായിരുന്നതുണ്ടോ ഇവിടുത്തെ 3 എണ്ണം. കാരണം നമുക്ക് ഈ 3 എണ്ണത്തിൽ മാത്രം നമ്മൾ കൊടുത്തില്ല. കാരണം ഈ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയേക്കണതാണ്. കാരണം എന്നാണെങ്കിലും ഈ തണുപ്പത്തേക്ക് എന്നാണെന്ന് വെച്ചാലും ഉണ്ടാവും. ഈ 2-3 എണ്ണം മാത്രം നമ്മൾ കൊടുത്തില്ല. 2-3 എണ്ണം മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാം കൂടെ പറിച്ചിട്ടുണ്ട്. അവരത് പറിച്ച് എടുത്തിട്ടുണ്ട്. എത്ര കിലോ ഉണ്ടെന്ന് തൂക്കി നോക്കട്ടെ. അപ്പുറത്തേക്ക് അവർ പോയി എത്ര കിലോ ഉണ്ടെന്ന് ഞാൻ പോയി നോക്കട്ടെ. അത് എന്നാന്ന് വെച്ചാൽ 100 കിലോ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. കാരണം 4 ചാക്കുണ്ട്, 4-5 ചാക്കുണ്ട്. എന്നാന്ന് വെച്ചാൽ 100 കിലോ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ 2-3 മാത്രം നമ്മൾ എടുത്തു വീട്ടിലെ ആവശ്യത്തിന്. ബാക്കി ഇതേ ഇപ്പറ ഉണ്ട്. ഇവിടെ ആണെങ്കിലും ഇത്തലാണെങ്കിലും കുറേശ്ശെ ആണ്. കാരണം ഇപ്പം ഭയങ്കര മഴയും കാറ്റും ഉള്ളപ്പോഴേ ഉണ്ട് കുറേ ചാടിപ്പോണ്ട്. അപ്പോൾ ആൾക്കാർ വന്നില്ലായിരുന്നു. ആദ്യം പച്ച ആയിരുന്നപ്പോൾ കുറേ പേര് വന്നായിരുന്നു. അന്ന് 80 പൈസ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നേ. അപ്പം അന്നേരം കൊടുത്തില്ല. അന്നേരം ആരും പറഞ്ഞാൽ ഇതിൽ കൂടുതലുണ്ടായിരുന്നു. കാരണം എന്തോരം ഇത് കുറേ ചാടിപ്പോയി. ഇത് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം കൊടുക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട കൊടുക്കണ്ട, കാരണം 80 പൈസയ്ക്ക് കൊടുത്തതിൽ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ കാറ്റും മഴയൊക്കെ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ചാടിയൊക്കെ പോകണതുകൊണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും കാട്ടെ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് മൊത്തം ഞാൻ കൊടുത്തു. പറിച്ചിട്ട് കുറേ എണ്ണം പറിച്ചപ്പോൾ അതിൻ്റെ താഴെ ചാടിപ്പോയത് ഒരു കുഴപ്പമില്ലാത്ത നല്ല ചെറുനാരങ്ങ താഴെ കിടന്ന് ഇത്രയും കിട്ടിയത് അത്. അപ്പം അത് ഇതേ അവരോട് കൊണ്ടുപോയി തൂക്കി നോക്കിയിട്ട് ഏകദേശം ഒരു 118 കിലോ ഉണ്ട്. 118 കിലോ ഉണ്ട്. അവർ അതിനുള്ള പൈസ തന്നു കേട്ടാ. ഞാൻ കാണിച്ചു തരാം. വേണ്ട ഈ കൊല്ലത്തെ അപ്പം കണ്ടില്ലേ ഈ ചെറുതറങ്ങി ഇട്ടിട്ട് പൈസ കാണിച്ചത് കേട്ടാ. ഇത്രയും പൈസ കിട്ടി. ഒരു 100-ൻ്റെ ഒരു 20-ൻ്റെ 120 രൂപ കിട്ടി. 120 രൂപ നാട്ടിലെ 3000 കിട്ടി ഇത്തവണത്തെ ചെറുനാരങ്ങ വിറ്റിട്ട്. ചെറുനാരങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത്ര ഈ കൂടുതലുണ്ടായിരുന്ന ചെടിയില്ല മാത്രം. മറ്റത് വിറ്റിട്ടില്ല. മറ്റത് പിന്നെ ആട്ടത് നമുക്ക് ആവശ്യത്തിന് എടുക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ കൊല്ലത്തെ ചെറുനാരങ്ങ വെക്കണതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ചെറുനാരങ്ങ വെക്കണതിൻ്റെ വീഡിയോ. അപ്പോൾ അതാണ് ഈ കൊല്ലത്തെ ചെറുനാരങ്ങയുടെ കച്ചവടത്തിൻ്റെ വീഡിയോ. അപ്പോഴത്തേക്ക് ഇപ്പം എല്ലാം പറഞ്ഞ കണക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. നമ്മൾ ഇവിടെ കോഴി, പിന്നെ കോഴിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടില്ലായിരുന്നു. കോഴിയെ ഇത് പിടിച്ചത് പട്ടി പിടിച്ചതല്ല കേട്ടോ. ആ സാധനത്തിനെ ഞാൻ കണ്ടുപിടിച്ച്. ആ സാധനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. ആ സാധനമാണ് ഇവ പിടിച്ചത്. കാരണം ഞാൻ ഇന്നലെ ഉറങ്ങാണ്ട് കാത്തിരുന്നു എന്നാണെന്നറിയാൻ വേണ്ടി. അത് കാത്തിരുന്നപ്പോൾ ആ സാധനം രാത്രി വെളുപ്പിന് 2:30 ആയപ്പോൾ വന്നിട്ട് ആ സാധനമാണ് കൂടിൻ്റെ അകത്ത് നെറ്റ് പൊളിച്ചിട്ട് അതിൻ്റെ അകത്തേക്കടെ നുഴഞ്ഞ് കയറി അതിൻ്റെ അകത്തു നിന്നാണ് കോഴീനെ പിടിക്കണേ. ഇന്നലെ 2 കോഴീനെ കൂടെ പിടിച്ചു തിന്നത്. 2 പിടിച്ചുകൊണ്ട് വന്നു. അത് കാരണം ഒച്ചപ്പാട് കേട്ടിട്ടാണ് ഞങ്ങൾ ചെന്നപ്പോൾ 2 ഓൾറെഡി കൊന്നു. അത് പിടിയിട്ടില്ല. നമ്മുടെ കീരിയൊക്കെ ഇരിക്കുന്ന കണക്കൊരു സാധനം. ആ സാധനമാണ് ഇതിനെ പിടിച്ചത്. എൻ്റെ എല്ലാ കോഴി എല്ലാം കൂടി ഇന്നലത്തെ കഴിഞ്ഞ ദിവസം 27 പോയെന്ന് പറഞ്ഞില്ലേ. 27 ഇതോടെ കൂടി 29 കോഴി തന്നെ എൻ്റെ മരി തിന്നു. സാരമില്ല, നമ്മൾ ഇൻക്യുബേറ്റർ വെച്ച് കാര്യമായിട്ട് വിരിച്ച് എല്ലാം മുട്ടയിടാൻ തുടങ്ങിയ കോഴികളായിരുന്നു. സാരമില്ല, പോട്ടെ. ആരോട് എന്ത് പറയാനാ, കംപ്ലൈൻറ്റ് പറയാന്. അന്ന് നെയ്ബറിൻ്റെ പട്ടി പിടിച്ചതാണ്. ഇത് ഇന്ന് പട്ടിയാന്ന് വിചാരിച്ചോണ്ടായിരുന്നത്. പട്ടിയല്ല, ഇത് വേറെ സാധനം. ഈ സാധനമാണ് പിടിച്ചത്. അപ്പോൾ എല്ലാം പറയണക്ക് നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിർത്തേക്ക് ബൈ. Thanks for watching. Please subscribe to our channel, press the bell icon for notification about new videos, like, comment, share and support.